ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുമസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി എൻ്റെ കാഴ്ചപ്പാടുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന് വാനമേഘങ്ങളിൽ ദേവദൂതന്മാർ ഉദ്ഘോഷിക്കുമ്പോൾ ഒരു പുതിയ ചരിത്രത്തിന് തന്നെയാണ് തുടക്കം കുറിക്കുന്നത്. തിന്മയുടെ അന്ധകാരം അകറ്റി പ്രത്യാശയുടെ തിരുനാളവുമായി ലോകത്തിലേക്ക് യേശുക്രിസ്തു വന്ന് പിറന്നതിൻ്റെ ഓർമ്മ ദിവസമാണ് ക്രിസ്തുമസ്. യൂദയയിലെ ബെത്ലഹേമേ, നീ മറ്റ് പ്രമുഖ നഗരങ്ങളെക്കാൾ ഒട്ടും താഴെയല്ല എന്ന് പ്രവാചക ഗ്രന്ഥം പൂർത്തീകരിച്ചുകൊണ്ടാണ് ബെത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിൽ യേശുക്രിസ്തു വന്ന് പിറന്നത്. അന്നേ ദിവസം മറിയത്തിനോ യോസേപ്പിതാവിനോ ഭവനങ്ങളോ സത്രങ്ങളോ അഭയം നൽകിയിരുന്നില്ല. കാലിത്തൊഴുത്തിലെ പിറവിയിലൂടെ യേശുക്രിസ്തു എളിമയുടെ വലിയ മാതൃകയാണ് മാനവർക്കേവർക്കും പകർന്നു നൽകുന്നത്. ഈ മാതൃക നമ്മുടെ ജീവിതകാലം അത്രയും കാത്തു സൂക്ഷിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. ക്രിസ്തുമസ് സ്നേഹത്തിന്റെ ആഘോഷമാണ്. ക്രിസ്തുമസ് പ്രത്യാശയുടെ ആഘോഷമാണ്. എല്ലാറ്റിനുമുപരി ക്രിസ്തുമസ് യേശുക്രിസ്തുവിന്റെ ജനനത്തിലുള്ള സന്തോഷവും പ്രത്യാശയും മഹാ ആഘോഷവുമാണ്. എന്നാൽ ഈ ആഘോഷം ആത്മീയ തലങ്ങളിലേക്ക് ഉയരുന്നുണ്ടോ എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി ഇന്നത്തെ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ക്രിസ്തുമസിൽ പ്രധാന ആകർഷകമായ ക്രിസ്തുവിന്റെ മൂല്യങ്ങളെയും മറന്ന് മറ്റ് പല കാര്യങ്ങളുടെ പിന്നാലെ ഉള്ള നമ്മുടെ ഞെട്ടോട്ടം അത് നല്ലതിനാണോ എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉൾത്തിരിഞ്ഞെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈശോ പുൽക്കൂട്ടിലല്ല, നമ്മുടെ ഹൃദയങ്ങളിലാണ് വന്ന് പിറക്കേണ്ടത്. ഈ സത്യം മനസ്സിലാക്കി ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ ഒരുങ്ങേണ്ടതും വളരെ അത്യന്താപേക്ഷിതമാണ്. വളരെ ഒരുക്കത്തോടെയാണോ ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുന്നത് എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുമസ് എന്ന ആഘോഷം അത് ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ്. അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളും വളരെ വലുതാണ്. ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യാശയാകുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ. നന്ദി, നമസ്കാരം.